വാതിലുകളും കൊട്ടിയടച്ചപ്പോഴായിരുന്നു പ്രതികരണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ തുറന്നു പറയുകയാണ്. വീണ്ടും തനിക്കെതിരെ കുറ്റപ്പെടുത്തൽ ഉണ്ടാകാം, നടപടിയും വന്നേക്കാം. താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. സമരങ്ങൾ തന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുന്നു. ബ്യൂറോക്രസിക്ക് വീഴ്ചയുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നും മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹത്തിനെ ഞാൻ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, തുടരെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വിശദീകരണം, താൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്നത് ഇത് രാഷ്ട്രീയമായും വലിയ വിഷയമായി മാറുന്നു എന്നതുകൊണ്ടാണ്. ഇന്നലെ ഏറ്റവും ഒടുവിലായി വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടക്കം കേട്ടതിന് ശേഷം ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് വീണ്ടും എടുത്തു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത്? തീർച്ചയായും ആര്യ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചതുപോലെ തന്നെ എല്ലാ ഓഫീസുകളും കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്ന് അതുതന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത്. എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ശേഷം മാത്രമാണ് കൊട്ടിയടക്കപ്പെട്ടു, അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് എത്തേണ്ടി വന്നത്. അദ്ദേഹം പറയുന്നത് ബ്യൂറോക്രസിയുടെ ഒരു തെറ്റാണ്, അതായത് അവരുടെ പിഴവാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം. ഒട്ടും രാഷ്ട്രീയമായി ഇതിനൊരു മുതലെടുപ്പ് താൻ ഒട്ടും ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. സമരങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇത് ജനങ്ങളെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായ ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനൊരു പെട്ടെന്നുള്ളൊരു പരിഹാരം ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലൂടെ ഉണ്ടായതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെങ്കിലും പക്ഷേ അത് കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് താല്പര്യമില്ല. മാത്രമല്ല ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ആരോഗ്യമേഖലയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു പദവി കേരളത്തിനുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ, ചെറുതല്ല വലിയ, ഇത്തരത്തിലുള്ള ഉള്ളിലോട്ടുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലൂടെ കൂടുതൽ ഉയർച്ചയിലേക്ക് ആരോഗ്യരംഗം എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള ചികിത്സകളിൽ ലഭിക്കുന്ന പരിമിതികൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെയധികം പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി ഇത്തരത്തിലുള്ള ബ്യൂറോക്രസിയിലുള്ള തെറ്റുകളും പിഴവുകളും എല്ലാം പരിഹരിച്ചാൽ കൂടുതൽ ഉന്നതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശത്തെയും അദ്ദേഹം ഒരു ഗുരുനാഥനെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും രാഷ്ട്രീയപരമായി ഇതിനെ ഒട്ടും അദ്ദേഹം വിലയിരുത്തുന്നില്ല. ഇതൊരു ബ്യൂറോക്രസിയുടെ പിഴവായി മാത്രമാണ് കാണുന്നത്, സിസ്റ്റത്തിലെ പിഴവായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ച് ഉടൻ തന്നെ ഒരു ദിവസത്തിനകം തന്നെ പല ഫയലുകളും നീങ്ങി വളരെ വൈകി വരാനുള്ള പല ഉപകരണങ്ങളും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന്റെ ആവശ്യം ഉണ്ടായിപ്പോയി, ഇതിലേക്ക് പല മാറ്റങ്ങളും വരാൻ എന്നാണ് അദ്ദേഹം നമ്മോട് പങ്കുവെച്ചത്. ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ തന്നെ നടപടി ഉണ്ടായേക്കാം എന്നുള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ അത് അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു. പക്ഷെ ആ നടപടിയെ ഒന്നും താൻ ഭയക്കുന്നില്ല എന്ന് തുടക്കം തന്നെ ഹാരിസ് ഡോക്ടർ വ്യക്തമാക്കിയ കാര്യമാണ്. ഇന്ന് വിദഗ്ധ സമിതി ഹാരിസ് ഡോക്ടറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആരോഗ്യവകുപ്പിന്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം അദ്ദേഹം ഇന്ന് പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം, നടപടി വന്നേക്കാം. അദ്ദേഹം അത്തരത്തിലൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണോ ഇപ്പോഴത്തെ സാഹചര്യം? തീർച്ചയായും ഗവൺമെന്റ് സർവീസിൽ തുടരുന്ന ഒരാൾ സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ അതിലെന്തായാലും നടപടി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ സർവീസ് ഉണ്ട്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ, ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ പങ്കുവെക്കുമ്പോൾ സർക്കാരിനെയും സിസ്റ്റത്തിനെയും കുറ്റപ്പെടുത്തി ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുമ്പോൾ അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാവും, അതിന് പിന്നിൽ അന്വേഷണം ഉണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഇടയിൽ നിന്നും ആരോഗ്യരംഗത്ത് നിന്നുള്ള മറ്റ് ഡോക്ടേഴ്സിന്റെ ഇടയിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു. ഇത്തരത്തിലൊരു സാഹചര്യമുണ്ട്, അത്തരത്തിലൊരു സാഹചര്യം
സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ ലഭിച്ചു. അതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്ന് പറയുന്നു. ഇത്തരം നടപടികൾ നേരിടേണ്ടി വന്നാലും ഇതിലൊരു കാതലായ ഒരു മാറ്റം സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. കാരണം അല്ലാത്ത രീതിയിലെല്ലാം അദ്ദേഹം ശ്രമിച്ചു. ഓഫീസുകൾ കയറിയിറങ്ങി, പല ഓഫീസുകളും കയറിയിറങ്ങി ഇത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള പല രീതിയിലുള്ള ഒഫീഷ്യലായിട്ടുള്ള പല രീതിയിലും അദ്ദേഹം മുന്നോട്ട് പോയി. പക്ഷെ അതിലൊന്നും ഒരു പരിഹാരം കാണാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലേക്ക് എത്തിയത്. ഇതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞതെങ്കിലും പക്ഷേ അതിനൊരു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് എത്തിയതിൽ അദ്ദേഹം സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി ഇതിൽ നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല. നടപടികൾ നേരിടാൻ തയ്യാറാണെന്നാണ് തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. ആര്യ, തീർച്ചയായും. സാറൻ സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.